ആര്യ രാജേന്ദ്രനെതിരെ കടുത്ത വിമർശനങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ. അഹങ്കാരവും ധാർഷ്ട്യവും തിരുവനന്തപുരത്ത് തിരിച്ചടിച്ചുവെന്നും വെള്ളാപ്പള്ളി. താൻ വർഗീയവാദിയല്ലെന്നും വിമർശിച്ചത് മുസ്ലിങ്ങളെയല്ല മുസ്ലിം ലീഗിനെയാണെന്നും വിശദീകരണം. വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾക്കെതിരെ എതിർപ്പുമായി ഇടതുമുന്നണി പ്രവർത്തകർ. ഇടതുപക്ഷത്തെ കുരുക്കിലാക്കി വെള്ളാപ്പള്ളി നടേശൻ. LDFന് തിരുവനന്തപുരത്തേറ്റ കനത്ത തോൽവിയിൽ മേയർ ആര്യ രാജേന്ദ്രന് മുഖ്യ പങ്കുണ്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നയുടനെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇടത് അനുഭാവികളിൽ നിന്നുപോലും രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. എന്നാൽ അതെല്ലാം അവഗണിച്ച് മേയറെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് CPM നേതാക്കൾ നടത്തിയത്. കണക്കുകൾ കൊണ്ട് അഭ്യാസങ്ങൾ നടത്തി ജനവിധി തങ്ങൾക്കെതിരല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും നടത്തിയത്. CPM നേതൃത്വത്തിന് കനത്ത ഷോക്ക് നൽകിയാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. അധികാരത്തിന്റെ വിനയം കാണിക്കാതെ പ്രായത്തിന്റെയും ചെറുപ്പത്തിന്റെയും അഹങ്കാരവും ധാർഷ്ട്യവും മേയർ കാട്ടിയതാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായത്. ഇത് തിരിച്ചടിയായി മാറുകയും ചെയ്തു. പൊതുപ്രവർത്തന രംഗത്ത് വിളയാതെ ഞെളിയരുത് എന്നും മസിൽ പിടുത്തമല്ല, ആളുകളോട് മാന്യമായും സ്നേഹമായിട്ടും വേണം പെരുമാറേണ്ടതെന്നും ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി തുറന്നടിച്ചു. തിരുവനന്തപുരത്തെ മേയറെ എല്ലാവരും കൂടി പൊക്കി, അവരങ്ങ് പൊങ്ങുകയും ചെയ്തു. ഈ പൊങ്ങച്ചത്തിൽ വലിയ ദോഷമുണ്ടായി. ആളുകളോടുള്ള പെരുമാറ്റവും മോശമായിരുന്നു. അധികാരത്തിന്റെ ധാർഷ്ട്യമായിരുന്നു അവർക്കെന്നും അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ അടിത്തട്ടിലേക്ക് എത്താതെ പോയതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വർഗീയ പ്രതികരണങ്ങളാണ് വെള്ളാപ്പള്ളി നിരന്തരം നടത്തുന്നതെന്നും മുസ്ലിങ്ങളെ മതപരമായി കടന്നാക്രമിക്കുന്ന വെള്ളാപ്പള്ളിയെ വഴിവിട്ട് സംരക്ഷിക്കുകയാണ് CPM നേതാക്കൾ ചെയ്യുന്നതെന്നുമുള്ള രൂക്ഷ വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ന്യൂനപക്ഷങ്ങളിലെ ഈ വികാരം തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് താൻ മുസ്ലിം വിരോധിയല്ലെന്നും തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുവെന്നുമുള്ള പ്രതികരണങ്ങളുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയത്. താൻ എതിർത്തത് മുസ്ലിം സമുദായത്തെയല്ലെന്നും മുസ്ലിം ലീഗിനെയാണെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വാദം. മുസ്ലിം ലീഗ് സമ്പന്നർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം സമ്പന്ന മുസ്ലിങ്ങളുടെ ട്രസ്റ്റുകൾക്കാണ് നൽകുന്നത്. ഈ വിധത്തിൽ സമുദായത്തെ മറന്ന് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെതിരെയാണ് മലപ്പുറത്ത് താൻ പ്രസംഗിച്ചതെന്നും അതാണ് മുസ്ലിം സമുദായത്തിനെതിരായ പ്രസംഗം എന്ന നിലയിൽ ആക്ഷേപിച്ചതെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വിശദീകരണം. BDJS-ഉം BJP-യും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും രൂക്ഷ ഭാഷയിലാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. SNDP യോഗവും BDJS-ഉം തമ്മിൽ ബന്ധമൊന്നുമില്ല. എങ്കിലും NDA ചെയ്യുന്നത് നീതികേടാണ്. BDJS-ന്റെ സ്ഥാനാർത്ഥികൾക്ക് സവർണർ വോട്ട് നൽകിയതേയില്ല. 10 കൊല്ലം BJP-യുടെ കൂടെ നടന്നിട്ടും ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇടതുപക്ഷം ഘടകകക്ഷികൾക്ക് മികച്ച പരിഗണനയാണ് നൽകുന്നത്. BDJS ഇടതുപക്ഷത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് വേണോ എന്ന് BDJS നേതാക്കൾ തീരുമാനിക്കട്ടെ എന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. അതേസമയം തന്റെ മകന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയെ LDF-ൽ എത്തിക്കാനുള്ള നീക്കമാണ് വെള്ളാപ്പള്ളി നടത്തുന്നതെന്ന വാദമാണ് ശക്തമായി ഉയരുന്നത്. ഇതിൽ ഇടതു മുന്നണി പ്രവർത്തകർക്ക് തന്നെ കടുത്ത വിയോജിപ്പുമാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനെ വിമർശിക്കുക കൂടി ചെയ്തതോടെയാണ് ആ പ്രതിഷേധം കൂടുതൽ ശക്തമായിരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ LDF-ന് നഷ്ടമാകാൻ കാരണം വെള്ളാപ്പള്ളിയെ സംസ്ഥാന സർക്കാർ അതിരുവിട്ട് ഉയർത്തി കാണിച്ചതാണെന്ന വികാരമാണ് ഇടതു മുന്നണി പ്രവർത്തകർക്കിടയിലും ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ BDJS-നെ ഇടതുചേരിയിൽ എത്തിക്കാനുള്ള നീക്കം അംഗീകരിക്കാൻ ആവില്ലെന്നാണ് ഇവരുടെ നിലപാട്.